Good morning, all of you. Today we are going to discuss about the topic idle time. Idle time എന്താണ് അതിൻ്റെ മീനിങ് എന്താണ് and what are the reasons for idle time? This is the topic we are going to discuss today. Okay. So first of all, the meaning of idle time. Idle time കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ it is the time for which the employer pays but derives no benefit from the employees. ഫാക്ടറി ഗേറ്റിനുള്ളിൽ കടന്നു കഴിഞ്ഞാൽ ഉടനെ ഒരു എംപ്ലോയി പ്രൊഡക്ഷനിൽ എൻഗേജ് ചെയ്യുകയല്ല. ദർ ആർ സർട്ടൺ ഗ്യാപ്സ് ഇൻ ബിറ്റ്വീൻ. ഏതൊക്കെ തമ്മിലാണ് ഗ്യാപ്പ് ഉണ്ടെന്ന് പറയുന്നത്? ഫാക്ടറി ഗേറ്റിൽ എൻ്റർ ചെയ്തതിനു ശേഷം അവർ വർക്കിൽ എൻഗേജ് ചെയ്യാൻ തുടങ്ങുന്നത് വരെ ദർ എക്സിസ്റ്റ് സം ഗ്യാപ്പ്. But still the employer has to pay for it, right? When workers are paid on time basis, some difference between the time for which they are paid and the time they actually spent on production is bound to rise. And this difference is known as idle time. അപ്പം ഇതിനെയാണ് ഐഡിൽ ടൈം എന്ന് പറയുന്നത്. അതായത് എംപ്ലോയിയുടെ ഭാഗത്തു നിന്ന് നമുക്ക് ബെനഫിറ്റുകളോ പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ട് ഒരു പ്രയോജനവും നമുക്ക് കിട്ടുന്നില്ല, ബട്ട് സ്റ്റിൽ വി ആർ പേയിങ് ഫോർ ഇറ്റ്. ആ ഒരു സമയം അതിനെയാണ് ഐഡിൽ ടൈം എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഐഡിൽ ടൈം ക്യാൻ ബി ഡ്യൂ ടു ദ different causes, and the cause of idle time can be broadly classified into three. That is productive causes, administrative causes and economic causes. അതിനകത്ത് പ്രൊഡക്റ്റീവ് കോസസ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ രീതിയിൽ ഐഡിൽ ടൈം ഉണ്ടാവാം എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റീവ് കോസസിനെ നമുക്ക് എഗെയിൻ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതായത് നോർമൽ ഐഡിൽ ടൈം എന്നും അബ്നോർമൽ ഐഡിൽ ടൈം എന്നും. നോർമൽ ഐഡിൽ ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ വിചാരിച്ചാലും ഈ ഒരു ഐഡിൽ ടൈം പീരീഡിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു ഐഡിൽ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെയാണ് നോർമൽ ഐഡിൽ ടൈം എന്ന് പറയുന്നത്. എന്നാൽ അബ്നോർമൽ ഐഡിൽ ടൈം എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ എംപ്ലോയിയുടെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും ഒരു എഫേർട്ട് ഉണ്ടെങ്കിൽ, പ്രോപ്പർ പ്ലാനിങ് ഉണ്ടെങ്കിൽ, വി കുഡ് ഹാവ് അവോയ്ഡഡ് സച്ച് കൈൻഡ്സ് ഓഫ് അബ്നോർമൽ ഐഡിൽ ടൈംസ്. അതിനെയാണ് അബ്നോർമൽ ഐഡിൽ ടൈം എന്ന് പറയുന്നത്. സോ ദിസ് പ്രൊഡക്റ്റീവ് കോസസ് ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു നോർമൽ ഐഡിൽ ടൈം ആൻഡ് അബ്നോർമൽ ഐഡിൽ ടൈം. നോർമൽ ഐഡിൽ ടൈം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ടൈം ലോസ്റ്റ് ഇൻ ദ കോഴ്സ് ഓഫ് നോർമൽ റുട്ടീൻ ആക്ടിവിറ്റി. ഒരു ഫാക്ടറിയിൽ നോർമൽ റുട്ടീൻ ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും നോർമൽ റീസൺസ് മൂലം ഒരു എംപ്ലോയിക്ക് വർക്കിൽ എൻഗേജ് ചെയ്യാൻ പറ്റാതിരിക്കുവാണെങ്കിൽ അതിനെയാണ് നോർമൽ ഐഡിൽ ടൈം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ജനറലി അൺഅവോയ്ഡബിൾ. നമ്മൾ എന്തൊക്കെ വിചാരിച്ച് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. കാരണം ഒരു ഫാക്ടറി ഗേറ്റിൽ എൻട്രി ചെയ്തതിന് ശേഷം അയാളുടെ പ്രൊഡക്ഷൻ സെൻറ്റർ വരെ അയാൾക്ക് നടന്നെത്തേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ അയാൾ എത്തേണ്ടതായിട്ടുള്ള ഒരു കുറച്ച് ഡിലേ ഉണ്ടാവും, ഇല്ലേ? ബട്ട് സ്റ്റിൽ ദ എംപ്ലോയർ ഹാസ് ടു പേ. ആ ഒരു അയാളുടെ പ്രസൻസിന് അത് പേയ്മെൻറ്റ് കൊടുത്തേ പറ്റൂ. ആൻഡ് എവറി എഫേർട്ട് ഈസ് ടു ബി മെയ്ഡ് ടു റെഡ്യൂസ് ഇറ്റ് ടു ദ ലോവസ്റ്റ് പോസിബിൾ ലെവൽ. The management should take all possible efforts. It may be caused by any of the following reasons. പല റീസൺസ് പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ലഞ്ച് ബ്രേക്കിനുള്ള സമയം, ടീ ബ്രേക്കിനുള്ള സമയം, ടോയ്ലറ്റിൽ പോകാനുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സമയം ഉണ്ടെങ്കിൽ അത്, ടൈം ടേക്കൺ ഫോർ മെഷീൻ സെറ്റപ്പ്. എംപ്ലോയി വന്നു കഴിഞ്ഞാൽ ഉടനെ അങ്ങ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്. ദേ ഹാവ് ടു സ്റ്റാർട്ട് ദ മെഷീൻ, ഗിവ് സം പ്രോപ്പർ ടൈം ഫോർ ദ മെഷീൻ ടു ബി ഇൻ ഫോം. അങ്ങനെയുള്ള കുറച്ച് സമയങ്ങളുണ്ടാവും. നോർമൽ റിപ്പയർസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു ഗ്രീസിങ്ങോ ലൂബ്രിക്കൻസ് ഇട്ട് കൊടുക്കേണ്ട ഒരു സമയം ഉണ്ടാവാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് അൺഅവോയ്ഡബിൾ ആണ്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ്റെ ഇടയിൽ ചിലപ്പം കണ്ടിന്യൂസ് ഇങ്ങനെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ സ്റ്റക്കായി പോയെന്നിരിക്കാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് അൺഅവോയ്ഡബിൾ ആണ്. എത്രയൊക്കെ വിചാരിച്ചാലും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തതാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ ഡ്യൂ ടു വാണ്ട് ഓഫ് മെറ്റീരിയൽസ്, ഒരു കുറച്ചൊരു ഡിലേ, മെറ്റീരിയൽസ് എത്തിച്ചേരുന്നു, സ്റ്റോറിൽ നിന്ന് പ്രൊഡക്ഷൻ സെൻറ്ററിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ഡിലേ, ഇതൊക്കെ നമുക്ക് നോർമൽ ഐഡിൽ ടൈം ആയിട്ട് കണക്കാക്കാം. ആൻഡ് ദി ട്രീറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് ഓഫ് നോർമൽ ഐഡിൽ ടൈം. ഈ ഇങ്ങനെ വേസ്റ്റ് ആകുന്ന സമയത്തിന് ഉണ്ടാകുന്ന കോസ്റ്റ് നമ്മൾ സാധാരണ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം ഇറ്റ് കൻ നോട്ട് ബി അവോയ്ഡഡ്, അല്ലേ? ഇപ്പോൾ ഒരു എംപ്ലോയി വർക്കിൽ എൻഗേജ് ചെയ്യുന്നു, 10 മണിക്കൂർ എൻഗേജ് ചെയ്യുന്നതിന് അയാൾക്ക് കൊടുക്കുന്ന തുകയെന്ന് പറയുന്നത് 1 മണിക്കൂറിന് 10 രൂപയാണ്.
10 മണിക്കൂറിൽ എൻഗേജ് ചെയ്യുമ്പോൾ 100 രൂപ കിട്ടേണ്ടതാണ് അല്ലേ, കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതിനകത്ത് ഒരു നോർമൽ ഐഡിൽ ടൈം എന്ന് പറയുന്നത് ഒരു 10% നോർമൽ ഐഡിൽ ടൈമാണ്. അപ്പം ഹി മേ നോട്ട് ബി ഏബിൾ ടു എൻഗേജ് ഇൻ 10 hours ഓഫ് വർക്ക്. 9 hours അയാൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ബട്ട് സ്റ്റിൽ ഹി ഹാസ് ടു ബി പെയ്ഡ് 100 rupees ആണല്ലോ. ഈ ലഞ്ച് ടൈമിനും അതിനും ഇതിനുമൊക്കെ പോകുന്നത് എല്ലാം കുറച്ചിട്ട് ബാക്കി 9 മണിക്കൂറേ അയാൾ ആക്ച്വലി വർക്ക് ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരു മണിക്കൂറിന് കിട്ടുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 11 രൂപയായിരിക്കും അയാൾക്ക് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. കാരണം ഈ ഒരു മണിക്കൂർ അബ്നോർമലി നമുക്ക് നഷ്ടമായിട്ടുണ്ട്, അതിനും കൂടെ ചേർത്തിട്ടാണ്. ബട്ട് സ്റ്റിൽ യു ഹാവ് ടു പേ. അതായത് 100 രൂപ അയാൾക്ക് കൊടുക്കുന്നു, ബട്ട് സ്റ്റിൽ യു ഹാവ് വർക്ക്ഡ് ഓൺലി ഫോർ 9 hours. 100 divided by 9 എന്ന് പറയുമ്പോൾ ഇൻ എഫക്റ്റ് യു ആർ പേയിങ് ₹11 per hour. അത് നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് കണക്കാക്കിയേ പറ്റൂ. ബിക്കോസ് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് നോർമൽ ഐഡിൽ ടൈം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ആസ് പാർട്ട് ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. എന്നാൽ അബ്നോർമൽ ഐഡിൽ ടൈം എന്താണെന്ന് ചോദിച്ചാൽ it is due to abnormal and avoidable reasons. If any idle time is caused due to abnormal and avoidable reasons, it is known as abnormal idle time. Abnormal idle time is caused due to any of the following reasons. അതിനകത്ത് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. It may be due to major repairs or breakdown of machinery or equipments. Major repairs ആണ്. അത് നമ്മൾ വിചാരിച്ചെങ്കിൽ നേരത്തെ ഒരു സർവീസിന് കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇതിപ്പോൾ ഉടനെ ഒന്നും നമുക്ക് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇറ്റ് ഈസ് ഡ്യൂ ടു ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എൻ അബ്നോർമൽ ഐഡിൽ ടൈം. അതുപോലെ തന്നെ ലോസ് ഓഫ് ടൈം ഡ്യൂ ടു പവർ ഫെയിലിയർ, അത് ഒഴിവാക്കാൻ പറ്റുമായിരുന്നു. ഡ്യൂ ടു സ്ട്രൈക്ക്, ലോക്കൗട്ട്സ്, ദീസ് ആർ ഓൾ ട്രീറ്റഡ് ആസ് അബ്നോർമൽ ഐഡിൽ ടൈംസ്. ഇതൊരിക്കലും നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഭാഗമെന്ന് പറയാൻ പറ്റത്തില്ല. പകരം കോസ്റ്റിംഗ് P&L അക്കൗണ്ട് ഉണ്ടല്ലോ, ലാഭമാണോ നഷ്ടമാണോ ഈ പ്രൊഡക്ഷനിൽ നിന്ന് നമുക്ക് ലഭിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് കോസ്റ്റിംഗ് P&L അക്കൗണ്ട്. P&L അക്കൗണ്ടിൽ ഒരു ഐറ്റം ഓഫ് എക്സ്പെൻസ് ആയിട്ട് തന്നെ കാണിക്കാം ഇങ്ങനെയുള്ള cost of abnormal idle time. So the treatment of abnormal idle time, it is a principle of cost accounting that no abnormal losses should be included in the cost of the product. Therefore, wages paid for abnormal idle time should not be included in the cost of production. It should be debited in costing P&L account. Okay. Then comes administrative reasons. നമ്മൾ ഇതേവരെ പറഞ്ഞത് പ്രൊഡക്റ്റീവ് റീസൺസിൻ്റെ ലൈക്ക് പ്രൊഡക്റ്റീവ് കോസസ് ആയിരുന്നു ഫോർ ഐഡിൽ ടൈം. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് കോസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ പ്രോപ്പർ പ്ലാനിങ്ങോ പോളിസി മേക്കിങ്ങിനകത്ത് ഉണ്ടാകുന്ന ഫോൾട്ട് മൂലമോ ഒക്കെ ഉണ്ടാകുന്ന ലോസുകൾ നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് കോസസ് എന്ന് പറയാം. ഒന്നെന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ബോട്ടിൽ നെക്ക് ഡ്യൂ ടു ഫോൾട്ടി പ്ലാനിങ്. പ്രോപ്പറായിട്ടുള്ള ഒരു പ്ലാനിങ് സിസ്റ്റം ഇല്ലാതിരുന്നത് മൂലം ബോട്ടിൽ നെക്ക് ഉണ്ടാവുക, പ്രൊഡക്ഷൻ ബോട്ടിൽ നെക്ക് ഉണ്ടാവുക. ബോട്ടിൽ നെക്ക് മീൻസ് ആ ഒരു അവസ്ഥ, അതായത് കൂടുതൽ ഡിമാൻഡ് ഉണ്ടാകുന്നു, അതിനനുസരിച്ച് നമുക്ക് പ്രൊഡക്ഷൻ സാറ്റിസ്ഫൈ ചെയ്ത് പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് പ്രൊഡക്ഷൻ ബോട്ടിൽ നെക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡ്യൂ ടു ഫോൾട്ടി പ്ലാനിങ്. ഈ ഹയർ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുള്ള ഒരു ഫോൾട്ടായിട്ടാണ് അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കോസ് എന്ന് പറയാം. ഇറ്റ് കുഡ് ഹാവ് ബീൻ അവോയ്ഡഡ് ഡ്യൂ ടു പ്രോപ്പർ പ്ലാനിങ് അല്ലേ. അതുപോലെ തന്നെ സ്ട്രൈക്ക് ആയാലും ലോക്കൗട്ട് ആയാലും എംപ്ലോയീസുമായിട്ട് നല്ല ടേംസിൽ പോയിരുന്നെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. ബട്ട് സ്റ്റിൽ ഇറ്റ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് എൻ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്. Then lack of coordination between different functions. Production function, purchase function, marketing function, sales function, ഇതെല്ലാം തമ്മിൽ എപ്പോഴും ഒരു കോർഡിനേഷൻ ഉണ്ടാകണം. ഇങ്ങനെ ഒരു കോർഡിനേഷൻ ഇല്ലാത്തത് മൂലം ഉണ്ടാകുന്ന നഷ്ടങ്ങൾ, ധാരാളം നഷ്ടങ്ങൾ നമുക്ക് ഉണ്ടാവാം. ആൻഡ് ദീസ് ആർ ഓൾ ട്രീറ്റഡ് ആസ് അഡ്മിനിസ്ട്രേറ്റീവ് കോസസ്. ഓക്കെ. ദെൻ ഇക്കണോമിക് കോസസ് ഉണ്ട്. ഇക്കണോമിക് കോസസ് എന്ന് പറഞ്ഞാൽ സീസണൽ നേച്ചർ ഓഫ് ബിസിനസ്. ഓക്കെ. അതായത് ഡൾ പീരിയഡ്സ് ഉണ്ടാവാം. ത്രൂ ഔട്ട് ദ ഇയർ നമുക്ക് ഒരേ ഡിമാൻഡ് ഉണ്ടാവണമില്ല നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിന്. അപ്പോൾ ചില ഡൾ പീരിയഡ്സ് ഉണ്ടാവാം. അങ്ങനെയുള്ള പീരിയഡിൽ ചിലപ്പോൾ നമുക്ക് വിചാരിച്ച തരത്തിലുള്ള ഒരു പ്രൊഡക്ഷൻ നടന്നെന്നിരിക്കത്തില്ല. എംപ്ലോയീസ് ഹാവ് ടു ബി പെയ്ഡ്. നമ്മൾ എംപ്ലോയീസിന് പൈസ കൊടുത്തേ മതിയാകത്തുള്ളൂ. ബട്ട് അവരത്രയും വർക്ക് ചെയ്യണമെന്നില്ല, കാരണം നമ്മൾ അത്രയും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. പിന്നെ fall in
ഡിമാൻഡ് ഫോർ പ്രോഡക്ട്സ് ഡ്യൂ ടു കോൺട്രാക്ഷൻ ഓഫ് മാർക്കറ്റിനകത്ത് അത്രയും ഡിമാൻഡ് ഇല്ലാത്തത് മൂലവും നമ്മൾ പ്രൊഡക്ഷൻ നിർത്തി വെക്കേണ്ടതായിട്ട് വരും. ബട്ട് സ്റ്റിൽ യു ഹാവ് ടു പേ ഫോർ ദി എംപ്ലോയീസ്. ദെൻ സ്ട്രോങ് കോമ്പറ്റീഷൻ, ഭയങ്കര കോമ്പറ്റീഷൻ ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ നമുക്ക് അത്രയും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല, അല്ലെങ്കിൽ നമ്മൾ എത്ര പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചാലും നമ്മൾ ചിലവുണ്ടാവത്തില്ല സാധനങ്ങൾക്ക്. അപ്പോൾ ഇതുമൂലം എല്ലാം കുറേ സാമ്പത്തികമായുള്ള നഷ്ടങ്ങളുണ്ടാവാം. ഇതെല്ലാം അബ്നോർമൽ ലോസസ്, അബ്നോർമൽ ഐഡിൽ ടൈമിനകത്ത് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ആ ബിസിനസ്സിൻ്റെ നഷ്ടങ്ങളായിട്ട് മാത്രമേ കണക്കാക്കാൻ പറ്റത്തുള്ളൂ. ഇറ്റ് cannot be included in the cost of production. Management may control such idle time by long-term planning and foresight. പ്രോപ്പർ പ്ലാനിങ്ങും ഫോർസൈറ്റും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കറക്റ്റായിട്ടുള്ള പോളിസി ഡിസിഷൻസിലൂടെ നമുക്കിതെല്ലാം ഓവർകം ചെയ്യാൻ പറ്റുമായിരുന്ന കോസസ് ആണ്. സോ കോസസ് ഓഫ് ഐഡിൽ ടൈം ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു പ്രൊഡക്റ്റീവ്, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഇക്കണോമിക് കോസസ്. പ്രൊഡക്റ്റീവ് കോസസിനെ നമുക്ക് എന്തൊക്കെ പറയാം, നോർമൽ എന്നും അബ്നോർമൽ എന്നും പറയുന്നു. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ അഡ്മിനിസ്ട്രേറ്റീവ് കോസസും ഇക്കണോമിക് കോസസും ഉണ്ട്. ഈ കോസുകളെല്ലാം കൺട്രോളബിൾ ആണ്, അവോയ്ഡബിൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നോർമൽ ഐഡിൽ ടൈം മൂലമുണ്ടാകുന്ന കോസ്റ്റ് മാത്രമേ നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഭാഗമാക്കിയുള്ളൂ. ബാക്കിയെല്ലാം തന്നെ എന്തിൻ്റെ ഭാഗമായിട്ട് വരൂ, കോസ്റ്റിംഗ് P&L അക്കൗണ്ടിൽ നമ്മളൊരു എക്സ്പെൻസ് ആയിട്ട് കാണിക്കുക മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ടോപ്പിക്ക് ഐഡിൽ ടൈമുമായിട്ട് റിലേറ്റ് ചെയ്ത്. ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ കോൺടാക്ട് മീ. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. ബൈ.